ഓണപരീക്ഷയുടെ ഫലം വന്ന് മാരിവേലിൻ്റെ പേപ്പറുകളിൽ ആവണി ഒപ്പിട്ട് കൊടുത്തയച്ചു. അതുപോരെന്നും സ്കൂളിൽ വന്ന മാതാപിതാ സംഗമത്തിൽ പങ്കെടുക്കണമെന്നും മാരിവേൽ പറഞ്ഞപ്പോൾ ആവണിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കന്മാർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും. അവർക്കൊപ്പം തൻ്റെ ആഗമനം എങ്ങനെയുണ്ടാകുമെന്നവൾ ഊഹിച്ചു. വിദ്യാഭ്യാസമില്ലാത്ത തന്നെ എങ്ങനെയായിരിക്കും അവരെല്ലാം സ്വീകരിക്കുക? ആവണി അന്ന് നല്ലൊരു പാവാടയും ബ്ലൗസും ധരിച്ചു. മുടി ആദ്യമായി ചീകി പിന്നിയിട്ടു. ആദ്യമായി പൊട്ടുകുത്തി. ചെരുപ്പ് തേഞ്ഞ് അല്പം പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയ കണ്ണാടിച്ചില്ലിലൂടെ തൻ്റെ മുഖം പല ആവർത്തി അവൾ നോക്കി തൃപ്തി വരുത്തി. ആദ്യമായിട്ടായിരുന്നു അവൾ അങ്ങനൊരു സംഗമത്തിൽ പങ്കെടുക്കുന്നത്. മാരിവേലിൻ്റെ മാർക്കുരീതികളൊന്നും ആവണിക്കറിയില്ല. പുറകിലത്തെ ബെഞ്ചിൽ അവൾ വിസ്മയാധീനയായി ഇരുന്നു. പക്ഷേ പ്രധാന അധ്യാപകൻ മാരിവേലിൻ്റെ പേരെടുത്ത് വിളിച്ചപ്പോൾ ആവണി അറിയാതെ എണീറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും ആവണിക്ക് ഒന്നും മനസ്സിലായി. മാരിവേലാണ് ആ ക്ലാസ്സിൽ പഠനത്തിൽ മുൻപിൽ നിൽക്കുന്നതെന്ന്. മാരിവേലിനെ ചേർത്ത് നിർത്തി അദ്ദേഹം ധാരാളം സംസാരിച്ചു. ആവണിയെ എല്ലാവരും ആദരവോടെ നോക്കുന്നത് അവൾ അറിഞ്ഞു. താൻ ഇരുന്നപ്പോൾ അകന്നു നിന്നവരെല്ലാം തനിക്കരികിലേക്ക് വരാനും തന്നോട് സംസാരിക്കാനും മത്സരിക്കുന്നത് അവൾ അറിഞ്ഞു. തിരികെ പോരുമ്പോൾ പ്രധാന അധ്യാപകനിൽ നിന്നും കിട്ടിയ പ്രോത്സാഹന സമ്മാനം മാരിവേൽ സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിച്ചു. 9ാം ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥി 10ാം ക്ലാസ്സിലെ പ്രതീക്ഷയാണെന്ന് ക്ലാസ്സിലെ ടീച്ചർ അടിവരയിട്ടു പറഞ്ഞതും മാരിവേലിനെയും ആവണിയെയും സന്തോഷിപ്പിച്ചു. അന്നവൾ ഒരു കടയിൽ നിന്നും മാരിവേലിന് പരിപ്പുവടയും ചായയും വാങ്ങിക്കൊടുത്തു. അക്കച്ചിയുടെ ഒപ്പം നടന്നത്, ചായ കുടിച്ചത്, ഒരു ബെൽറ്റ് വാങ്ങിയത്, അതെല്ലാം മാരിവേലിന് ആദ്യ അനുഭവമായിരുന്നു. മാരിവേൽ തന്നെക്കാൾ പൊക്കം വെച്ചത് ആവണിയെ വളരെ സന്തോഷിപ്പിച്ചു. ഇനി തനിക്ക് ആരെയും ഭയക്കാനില്ല എന്നവൾക്ക് തോന്നി. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ആവണി ചെയ്യുന്ന പയറ്റ് എല്ലാം മാരിവേലും ചെയ്തു തുടങ്ങി. ആവണിക്ക് ധാരാളം ശിഷ്യഗണങ്ങളെ കിട്ടി. തയ്യൽ ക്ലാസ്സിലെ ശിഷ്യകളെല്ലാം തന്നെ 1-2 പേർ വിവാഹിതരും ബാക്കി 10 പേരോളം പല സമയങ്ങളിലായി പഠിച്ചു പോകുന്നവരും. അതിനായി ആവണി കുറച്ച് പൈസ കൊടുത്ത് രമണി ചേച്ചിയുടെ പക്കൽ നിന്നും ഒരു പഴയ മെഷീൻ വാങ്ങി. തയ്ക്കാനുള്ള തുണികൾ കൂടി വന്നു. ആവണിക്ക് ജോലിത്തിരക്കായിപ്പോയി.